കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഒരു രോഗിയുടെ അനുഭവമാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രായം 42 വയസ്സ്. വിവാഹിതനാണ്, 2 കുട്ടികളുടെ പിതാവാണ്. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. സന്തോഷകരമായ ദാമ്പത്യം കൊണ്ടുപോകുന്ന ആളാണ്. കുടുംബത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു. ആൾ ജോലി ചെയ്യുന്നത് വിദേശത്താണ്, പ്രത്യേകിച്ചും ദുബായിൽ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ഇടയ്ക്ക് 1-2 കൂട്ടുകാരെ പരിചയപ്പെടാനുള്ള അവസ്ഥ വന്നു. അതായത് 2 വ്യക്തികളെ പരിചയപ്പെട്ട് അവർ കൂട്ടുകാരായിട്ട് മാറി കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ്. ആ സൗഹൃദം വളരെ അടുപ്പത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പലപ്പോഴും സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി നൈറ്റ് ക്ലബ്ബുകളിലുമൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഈ വ്യക്തിയായിട്ട്, നമ്മുടെ കഥാനായകനാകട്ടെ, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉള്ള ആളല്ല. ജീവിതത്തിൽ ഭാര്യ ഒഴികെ മറ്റൊരു സ്ത്രീയുടെ അടുത്തും പോയിട്ടില്ല. അങ്ങനത്തെ ചിന്തയും മനസ്സിലില്ലാത്ത ആളാണ്. പക്ഷേ ഈ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് അല്പം മദ്യം കഴിക്കാറുണ്ട്. അതിനിടയ്ക്കാണ് ഈ നിർബന്ധം വന്നപ്പോൾ പലപ്പോഴും അങ്ങനെയൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നൈറ്റ് ക്ലബ്ബിൽ പോകാൻ അവസരമുണ്ടായി. അതുമാത്രമല്ല, ഒരു കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത് ആ മനുഷ്യനെ വല്ലാതെ ബാധിച്ചു. ഈ ബന്ധത്തിന് ശേഷം മൗനിയായിരുന്നു. പലപ്പോഴും ചിന്തിക്കും, അയ്യോ ഞാൻ ചെയ്തത് തെറ്റിപ്പോയല്ലോ, ശരിയായില്ല, എന്തേലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകൾ, ആകുലതകൾ ആ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ലീവിൽ വന്നപ്പോൾ വൈഫിൻ്റെ അടുത്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചു. നല്ല ഉദാഹരണമൊക്കെ ലഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പഴയ ചിന്ത പെട്ടെന്ന് തന്നെ ആ ഡാൻസ് ബാറിൻ്റെ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. അതോടെ പെട്ടെന്ന് തന്നെ ഉള്ള ഉദാഹരണം നഷ്ടപ്പെട്ടു. ഒരു മരം കാറ്റത്ത് മറിഞ്ഞു വീഴുന്നത് പോലെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം നഷ്ടപ്പെട്ടു. വല്ലാത്ത ടെൻഷനായിപ്പോയി. വൈഫ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊന്നും, ഇപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഉത്തരവുണ്ടായില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. വല്ലാതെ വിഷമത്തിലായി. അങ്ങനെയാണ് ഇവിടെ ചികിത്സയ്ക്കെത്തിയത്. നമ്മൾ ഏതായാലും ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശാരീരികമാണോ അതോ കേവലം മാനസികമാണോ? നമുക്ക് പലപ്പോഴും വിവരങ്ങൾ കേട്ടുമ്പോൾ മാനസികമാണെന്ന് തോന്നാമെങ്കിലും ചില കേസുകളിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അത്യാവശ്യമുള്ള പരിശോധനകൾക്കെല്ലാം വിധേയനാക്കി. എല്ലാ പരിശോധനകളുടെയും ഫലം നോർമലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മാനസികമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം അവിടെ വേണ്ടി വന്നു. ആ കഴിഞ്ഞ ബന്ധത്തിൽ പെട്ടുപോയ ഒരു ബന്ധത്തിൽ നിന്നുണ്ടായ ദുഃഖം, കുറ്റബോധം, ഗിൽറ്റ് ഫീലിങ്സ്, ഇതൊക്കെയാണ് ആ മനുഷ്യൻ്റെ ഉദ്ധാരണക്കുറവിന് പിന്നിലുണ്ടായ ഒരു കാരണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോൾ അല്പം സൂക്ഷിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിന് പോകണമെന്നോ പോകരുതെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് ഓരോ വ്യക്തിയുടെയും ധാർമ്മിക മൂല്യങ്ങളനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെന്ന് പെട്ടുകഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിയെ അതിൽ നിന്ന് കരകയറ്റിയെടുക്കാൻ ഒരു 7-8 തവണത്തെ സെഷൻസ് കൺസൾട്ടേഷൻ വേണ്ടി വന്നു. പല തവണകളിലായിട്ടുള്ള കോഗ്നിറ്റീവ് തെറാപ്പി കൊടുത്ത്, എന്നാൽ മരുന്ന് കഴിക്കാൻ മാത്രമുള്ള പ്രശ്നമില്ല. മരുന്നിനെ കഴിക്കാൻ അയാൾ തയ്യാറുമായിരുന്നില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടും മരുന്ന് കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനത്തിലൂടെ ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു 5-6 തവണ കൺസൾട്ടേഷൻ നടത്തേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, അങ്ങനെ പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ, ടെൻഷനുള്ള വ്യക്തികൾ ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെന്ന് ചാടാതിരിക്കുകയാണ് ഉത്തമം. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.